ചേച്ചിയെ രക്ഷിക്കാൻ കഴിയില്ല. ചിന്നു എന്റെ കൈവിട്ടു പോയി. എല്ലാ തെറ്റും എന്റേത് മാത്രോ? ഇല്ല അനുചേച്ചി, അനുചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനുചേച്ചി നോയിക്കോ, ചിന്നു തിരിച്ചു വരും. എങ്ങനെ എങ്ങനെ അവൾ തിരിച്ചു വരുന്ന നീ പറയുന്നത്? ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ അനുചേച്ചി. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി ദൈവം കാണിച്ചു തരും. ശരത്ത് കുഞ്ഞെ, എന്താ സാവിത്രിയമ്മേ? നിങ്ങളെ കാണാൻ വേണ്ടി കുറച്ചു പേര് അവിടെ വന്ന് നിൽക്കാൻ. ആരാ സാവിത്രിയമ്മേ വന്നിരിക്കുന്നേ? അതെനിക്കറിയത്തില്ല. വാ. ഈശ്വര, എന്റെ മുമ്പിലെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നോട് ക്ഷമിക്കണം. ഇനി മേലിൽ ഈ വീട്ടിൽ കാലുകുത്തരുതെന്ന് അന്ന് സാറിനോട് പറഞ്ഞതാ. അത് ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല. ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. പക്ഷേ വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നു പോയതാ. ചേച്ചി ചേച്ചി ഇപ്പൊ പോ, അല്ലെങ്കിൽ തന്നെ ഞങ്ങളിപ്പോ വല്ലാത്തൊരവസ്ഥയില്ല. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പിന്നെപ്പോഴെങ്കിലും വന്ന് പറയൂ. അയ്യോ, എനിക്ക് പറയാനുള്ളത് പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല. ശരി, എങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയൂ. വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഇത് തരാൻ വേണ്ടിയാ വന്നത്. എന്താ ഇത്? കുറച്ച് കാശാ സാറേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ഒപ്പിച്ചിട്ടുണ്ട്. പണമോ? ഒരുപാടൊന്നുമില്ല സാറേ. ഇതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയെങ്കിലും എനിക്ക് ഒപ്പിക്കാൻ പറ്റിയത് ചിന്നു കാരണമാ. പണം സ്വരുക്കൂട്ടി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അവളെ എന്നെ പഠിപ്പിച്ചത്. കടയുടെ ഉടമസ്ഥന് കൊടുക്കാനായിട്ട് അന്നു മുതൽ ഞങ്ങൾ പണം സ്വരുക്കൂട്ടി തുടങ്ങിയതാ. ആ പണമായത്. ഇത് നിങ്ങൾ വാങ്ങണം. അയ്യോ വേണ്ട, ഇതെങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുന്നേ? ഇത് നിങ്ങൾ ആ കടയുടെ ഉടമസ്ഥന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പണമല്ലേ? അത് സാരമില്ല ഏട്ടാ, അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ വേറെ ഒപ്പിച്ചോളാം. ഇതുവരെ ഞങ്ങള് പകല് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ഇനി വേണോന്നുണ്ടെങ്കിൽ രാത്രിയിലും കൂടെ കട തുറന്നു വെക്കാം. അങ്ങനെ 3-4 മാസം ജോലി ചെയ്താല് അയാൾക്ക് കൊടുക്കാനുള്ള കാശൊക്കെ ആവും. ചിന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോ അവളുടെ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ സാറേ? ഞാൻ പോയി എല്ലാരും വിളിച്ചേണ്ടതേട്ടാ. അനുചേച്ചി. എന്താ എന്താ ദീപു? ഞാൻ അനുചേച്ചിട്ട് പറഞ്ഞിരുന്നില്ലേ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന്. എന്താടാ ഇപ്പം ദൈവം വല്ല വഴിയും കാണിച്ചു തന്നോ? പെട്ടി നിറച്ചു കാശുമായിട്ട് പൂമംഗലത്തേക്ക് ദൈവം ആരെങ്കിലും പറഞ്ഞു വെച്ചോ? അതെ, ദൈവം പറഞ്ഞു വിട്ടു. ഇപ്പോഴാമ ഒരു കാര്യം മനസ്സിലായി. മനസ്സുരുകി സത്യയുടെ ഒരു കാര്യത്തിന് വിളിച്ചാ ദൈവം വിളി കേട്ടിരിക്കും. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലും ആ തടസ്സങ്ങളൊക്കെ ദൈവം മറികടക്കുകയും ചെയ്യും. അനുചേച്ചി എന്റെ കൂടെ ഹോളിലേക്ക് ഒന്ന് വാ. നമ്മുടെ ചിന്നൊരു കുഴപ്പമുണ്ടാവില്ല. അവള് തിരിച്ചു വന്നിരിക്കും. എന്റെ കൂടെ വരുമ്പോ അനുചേച്ചിക്ക് ഇത് മനസ്സിലാവും. നീ കാര്യം എന്താന്ന് പറ ദീപു. ഇല്ല, ഞാനത് പറയില്ല. അനുചേച്ചി സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അത് കാണണം. വേഗം വാ. ഞാൻ പറഞ്ഞില്ല അനുചേച്ചി നമ്മുടെ ചിന്നു രക്ഷപ്പെടുമെന്ന്. ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? വേഗം വാ അനുചേച്ചി. എന്താ പറഞ്ഞേ? ദീപു എന്താ പറഞ്ഞേ?